കഥാലോകം കോഴ്സിൻ്റെ ഭാഗമായി പരിചയപ്പെടാനുള്ള ഒരു ചെറുകഥയാണ് കർക്കിടകം. മലയാളത്തിൻ്റെ പ്രസിദ്ധ കഥാകാരൻ MT വാസുദേവൻ നായരാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. നിങ്ങൾക്കായി കഥ വായിക്കുന്നത് കൊല്ലം ശ്രീനാരായണ കോളേജിലെ മലയാള വിഭാഗം അധ്യാപിക ഡോക്ടർ നിത്യ P. വിശ്വം. മിഥുനം കർക്കിടകം കാലത്തെ മഴ അമ്മയെപ്പോലെയാണ്. ഓർക്കാതിരിക്കുമ്പോഴാണ്, നല്ല നേരമാണെന്ന് വിചാരിച്ചടുക്കുമ്പോഴാണ് പൊട്ടിച്ചാടുക. ഇടിയും മഴയും തുടങ്ങിയാൽ സ്കൂളിൽ വരുന്നതും പോകുന്നതും മാത്രമല്ല വിഷമം, വിശപ്പും. രാവിലെ കഞ്ഞി കുടിച്ച് സ്കൂളിൽ പോയാൽ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയാലേ വല്ലതും കഴിക്കൂ. അച്ഛൻ്റെ മണി ഓർഡർ വന്ന ഉടനെ 3-4 ദിവസം എല്ലാ മാസവും 2 അണ വീതം തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്നുമില്ല. 1 മണി അടിച്ചാൽ ഞങ്ങൾ കുറേ പേർ മാരാരുടെ ഹോട്ടലിൻ്റെ പിന്നിൽ പോയി വെള്ളം കുടിക്കും. ഊണും ചായയും കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി മാരാർ അവിടെ വലിയ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കും, വലിയ ഓട്ടുഗ്ലാസും. മഴക്കാലം വന്നാൽ വിശപ്പ് മാത്രമേയുള്ളൂ, ദാഹമില്ല. 4 നാഴിക നടന്ന് സ്കൂളിലെത്തുമ്പോഴേക്ക് തന്നെ വിശപ്പ് തുടങ്ങും. 4ാമത്തെ പീരീഡ് ആകുമ്പോഴേക്ക് വിശപ്പ് തീ പോലെ ആളിപ്പടരുകയായിരിക്കും. ആ സമയത്താണ് മതിലിനപ്പുറമുള്ള ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്ന് വറുത്തിടുന്ന മണം വരിക. ബെല്ലടിച്ചാൽ അധികം പേരും മതിൽ ചാടി മാരാരുടെ ഹോട്ടലിലേക്ക് കടക്കുന്നു. ചിലർ രാവിലെ ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളവരാണ്. ചിലർ കാശ് കൊടുത്ത് ഊണ് കഴിക്കുന്നവരാണ്. സ്കൂൾ കുട്ടികൾക്ക് മാരാർ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. നാട്ടുകാർക്ക് 6 അണയാണ്. പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് 5 അണ മതി. കല്ലടത്തൂരിൽ നിന്ന് വരുന്ന രംഗൻ, കുറ്റിപ്പാലക്കാരൻ ശിവദാസൻ, വിളക്കത്ര ഗോവിന്ദൻ, ഞങ്ങൾ 4 പേരാണ് വെള്ളം കുടിച്ചു പോരുന്നവർ. O. മുഹമ്മദും P. മുഹമ്മദും ചന്തപ്പടിക്കലെ ചായപ്പീടികയിൽ നിന്ന് ചായ കുടിക്കുകയാണത്രേ പതിവ്. ഉച്ച കഴിയുമ്പോഴേക്ക് വിശപ്പ് ചത്തു കഴിയും. പിന്നെ ഒന്നും വേണ്ട. 4 മണി വരെ ഇരിക്കാൻ വിഷമമില്ല, ശവം പോലെ. അത് കഴിഞ്ഞ് മടക്കയാത്രയിലാണ് വീണ്ടും വിശപ്പ് വരുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നാൽ കൂട്ടാൻ എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കാം. ഗോവിന്ദനും ഞാനും ഒരുമിച്ചാണ് മടക്കം. മഴക്കാലത്ത് കുന്നിറങ്ങുമ്പോഴേക്കും നനഞ്ഞു കഴിയും. എങ്ങനെ കുടപിടിച്ചാലും കാറ്റിൻ്റെ കൂടെ വെള്ളം ഒളിച്ചു കടക്കും. രംഗൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു ബീഡി കാണും. തണുപ്പത്ത് ഒരു പുക വിട്ടാലത്തെ രസം രംഗം വർണ്ണിക്കുമ്പോഴെല്ലാം കൊതി തോന്നാറുള്ളതാണ്. തെറ്റു ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം ഞാൻ തെക്കേപ്പാട്ടെ അമ്മാളു അമ്മയുടെ മകനാണ്. കാശും പണവും ഇല്ലെങ്കിലും ആയമ്മയുടെ കുട്ടികളൊക്കെ നല്ല സ്വഭാവമാണെന്ന് പറയാത്ത നാട്ടുകാരില്ലത്രേ. അമ്മ തന്നെയാണ് ഈ വിവരം വീട്ടിൽ ഇടയ്ക്കിടെ പറയുന്നത്. രംഗം പിരിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ 2 നാഴിക കൂടി എൻ്റെ കൂടെയുണ്ട്. ഗോവിന്ദൻ ഇരുണ്ടു തടിച്ചിട്ടാണ്. മുണ്ടും ഷർട്ടുമാണ്. ട്രൗസർ ഇട്ട് വരുന്നവർ ക്ലാസ്സിൽ കുറച്ചേ ഉള്ളൂ. അതിലൊരാളാണ് ഞാൻ. കുടക്കല്ലിൻ്റെ സമീപത്ത് വെച്ച് ഗോവിന്ദൻ വഴിതെറ്റും. പിന്നെ തനിച്ചാണ് നടത്തം. അപ്പോൾ അടുക്കളയിൽ ഉറിയിൽ അടച്ചു വെച്ചിട്ടുള്ള കഞ്ഞിയെപ്പറ്റി ആലോചിച്ചാൽ മതി, നടത്തത്തിന് വേഗത കൂടും. കൂട്ടാൻ എന്തായിരിക്കും? ചക്കയോ കായയോ? കയ്യാലയുടെ പിറകിലെ പ്ലാവിൻ്റെ ചക്കയാണെങ്കിൽ വെണ്ണ പോലെ ഇരിക്കും, അത്ര സ്വാദാണ്. കാലത്താരംഭിച്ച മഴ സ്കൂൾ വിട്ടിട്ടും അവസാനിച്ചിരുന്നില്ല. നനഞ്ഞ ട്രൗസറിൻ്റെ അറ്റം പിഴിഞ്ഞു കളഞ്ഞാണ് അന്ന് ക്ലാസ്സിൽ കയറിയിരുന്നത് തന്നെ. ഉച്ചയായപ്പോഴേക്ക് ഷർട്ടും ട്രൗസറും ഒരുവിധം ഉണങ്ങി. വയറ് വേദനിക്കുന്ന പോലെ തോന്നി. വൈകുന്നേരത്തെ മഴയത്ത് നടക്കാൻ സാരമില്ല. വെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഉല്ലാസത്തിലാണ് യാത്ര. ആകെ നനഞ്ഞു കുതിർന്നാണ് വീട്ടിൽ ചെന്ന് കയറിയത്. കുട കോലായിൽ വെച്ച് ഉമ്മറത്തെ ചാരുപടിമേൽ കറുത്ത റബ്ബർ കഷ്ണം കൊണ്ട് കെട്ടിയ പുസ്തകക്കെട്ടിട്ട് അകത്തേക്ക് കടന്നപ്പോൾ പതിവ് പോലെ വിളിച്ചു, അമ്മേ. മീനാക്ഷിയേടത്തിയുടെ ശബ്ദം കേട്ടു. അമ്മ തെക്കേൽക്ക് പോയതാ. അമ്മയാണ് വിളമ്പിത്തരിക പതിവ്. മീനാക്ഷിയേടത്തി വിളമ്പുന്നത് എനിക്കിഷ്ടമല്ല. മീനാക്ഷിയേടത്തി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. കുറേ കാലമായി അമ്മയെ സഹായിക്കാൻ നിൽക്കുകയാണ്. ചെറിയമ്മയ്ക്ക് അതിൽ ദേഷ്യമുണ്ട്. അമ്മ പറയും, ഇല്ലാഞ്ഞിട്ടല്ലേ അവളോടോടെ. ഇവിടെ നെല്ലും പണവും നിറഞ്ഞിരിക്കല്ലേ എന്നാണ് ചെറിയമ്മ പരിഹാസത്തിൽ പറയുന്നത്. 4 ആൾക്ക് തിന്നാനുള്ളത് ആ ജന്തുവിന് ഒറ്റയ്ക്ക് വേണം എന്നാണ് ചെറിയമ്മ പറയാറുള്ളത്. മീനാക്ഷിയടുത്ത് കേൾക്കാതെ, കണ്ടാലത് തോന്നുകയും ചെയ്യും. തടിച്ചു പൊക്കത്തിലുള്ള സ്ത്രീ, പല്ല് പൊന്തിയിട്ടുണ്ട്. അവർ ബ്ലൗസ് ഇടില്ല.
ബോഡിയും ഇടില്ല. പുറത്തു പോകുമ്പോൾ ഒരു തോർത്തെടുത്ത് ചുമലിലിടും. അടുത്ത് വരുമ്പോൾ സദാ അടച്ചിടാറുള്ള ശാക്തേയം കഴിക്കുന്ന കുട്ടിയറയുടെ വാതിൽ തുറന്നാലത്തെ മണമാണ്. കഞ്ഞിക്കിണ്ണം വെക്കുമ്പോൾ മീനാക്ഷിയടത്തി എന്തെങ്കിലും പറയും. അപ്പോൾ തുപ്പൽ തെറിക്കുമെന്നാണ് എൻ്റെ ഭയം. അവർ വിളമ്പിയാൽ മനസ്സില്ലാ മനസ്സോടെയാണ് കഴിക്കേണ്ടി വരിക. ഷർട്ടഴിച്ച് തെക്കിനിയിൽ കെട്ടിയ മുളയിൽ നിവർത്തിയിട്ട് തിരിഞ്ഞപ്പോൾ ചെറിയമ്മയുടെ നാമജപം കേട്ടു. ചെറിയമ്മ കുളിച്ചു വരികയാണ്. മഴക്കാലമായാലും 3 നേരം കുളിക്കും. എന്നാലും ശരീരം എപ്പോഴും എരിയുകയാണെന്നാണ് പറയുന്നത്. ചെറിയച്ഛൻ്റെ മരുമകൻ മാരണം ചെയ്തിട്ടാണ് ഈ എരച്ചിൽ മാറാത്തത്. കിഴക്കേ ജനലിനടുത്ത് തൂക്കിയിട്ട ഭസ്മക്കൊട്ടയിൽ നിന്ന് ഭസ്മമെടുത്ത മച്ചിൻ്റെ മുന്നിൽ നിന്ന് തൊഴുത് ചെറിയമ്മ ഈറൻ മാറ്റാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എടുത്തു ചെറിയമ്മേ? ആവോ. അടുക്കളത്തളത്തിൽ ചെന്നപ്പോൾ മീനാക്ഷിയടുത്ത് ഇരുന്ന് വാഴക്കിഴങ്ങ് ചെത്തുകയാണ്. ഉച്ചയ്ക്ക് വാഴക്കിഴങ്ങായിരുന്നു ആവോ. വാഴക്കിഴങ്ങിൻ്റെ ഉപ്പേരി പുരട്ടുന്നതിന് മുമ്പേ വറുത്തു പൊടിച്ച അരി വിതറണം, എന്നാലേ സ്വാദുള്ളൂ. പലക എടുത്തിട്ടിരുന്ന് തെല്ലരിശത്തോടെ പറഞ്ഞു, കഞ്ഞി എടുത്ത് വെക്കൂ മീനാക്ഷിയടുത്തി. വാഴക്കിഴങ്ങ് നുറുക്കുന്നതിനിടയ്ക്ക് തലയുയർത്താതെ മീനാക്ഷിയടുത്തി പറഞ്ഞു, കഞ്ഞി ഇന്ന് പൂച്ച തട്ടി മറിച്ചു പോയി കുട്ടിയെ. സങ്കടമായിരുന്നില്ല അപ്പോൾ, അവരെ കൊല്ലാനുള്ള ദേഷ്യം. എത്ര എളുപ്പത്തിൽ പറഞ്ഞു കഞ്ഞി പൂച്ച തട്ടിമറിച്ചു പോയെന്ന്. മുഖത്ത് നോക്കാതെ മീനാക്ഷിയടുത്തി പറഞ്ഞു, കുട്ടി പോയി കുളിച്ചു വന്നോ? അരി വാർക്കണേൻ്റെ മുമ്പ് ഇത്തിരി മുക്കിത്തരാം. കൊയ്ത്തുകാലത്ത് മാത്രം പതിവുള്ളതാണത്. വൈകുന്നേരം അരി വാർക്കുന്നതിന് മുമ്പായി കിണ്ണത്തിലേക്ക് കഞ്ഞി മുക്കിയെടുക്കുന്നത്. അശ്രീകരമാണ് ആ സമ്പ്രദായം എന്നാണ് അമ്മ പറയാറുള്ളത്. ചെറിയമ്മ ചന്ദ്രനും കമലത്തിനും വേണ്ടി തുടങ്ങി വെച്ചതാണ്. വേണോ എന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ പറയില്ല. അശ്രീകരമായ പ്രവൃത്തി സ്വഭാവഗുണമുള്ള ഞാൻ ചെയ്യുകയോ? 2 കുട്ടികളെ ഞാനും വളർത്തിയിട്ടുണ്ടല്ലോ, അവരെ കണ്ട് പഠിക്കട്ടെ എന്ന് അമ്മയ്ക്ക് പറയാൻ അവസരം കിട്ടണ്ടേ? അമ്മ എടുത്തു. ഞാൻ ശബ്ദമുയർത്തി. തെണ്ടാൻ കണ്ട നേരം. മീനാക്ഷിയടുത്തെ ശകാരിക്കാൻ വയ്യ. അമ്മ വന്നാൽ അമ്മയോടെങ്കിലും ശുണ്ഠിയെടുക്കാമായിരുന്നു. അമ്മ ഇപ്പോൾ വരും. നീയും ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഞാൻ അടുക്കളയുടെ അരച്ചുമര് പിടിച്ചു നിന്നപ്പോൾ മുത്തശ്ശിയെ കണ്ടു. അടുപ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത മൺകട്ട എടുത്തു വെച്ച് ഭസ്മവും കച്ചൂരിക്കിഴങ്ങും ചേർത്ത് പൊടിക്കുകയാണ്. ജലദോഷം വന്നാൽ മുത്തശ്ശി ആ പൊടി എല്ലാവരെക്കൊണ്ടും നെറുകയിൽ തിരുമിക്കും. അടുപ്പിൽ 3ലും തീയെരിയുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടാവണം മീനാക്ഷിയടുത്തി പറഞ്ഞു. ദാന്ന് പറയുമ്പോഴേക്കും മീനാക്ഷിയടുത്ത് ശരിയാക്കില്ലേ? മുത്തശ്ശി എന്നെ കണ്ടു. എടീ, കരിപ്പെട്ടി ഉണ്ടെങ്കിൽ ഓനൊരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുക്ക്. രാവിലെ കഞ്ഞുടിച്ചു പോയതല്ലേ. മീനാക്ഷിയടുത്തി അത് കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ ഉമ്മറത്തേക്ക് നടന്നു. ചെറിയമ്മ കോലായിൽ പടിഞ്ഞാറേ അറ്റത്തെ തൂണിനടുത്ത് തല പേർപെടുത്തിക്കൊണ്ട് കാല് നീട്ടി ഇരിക്കുകയാണ്. ചന്ദ്രൻ എവിടെ? അവർ രണ്ടാളും പേരശനൂർക്ക് പോയി. പേരശനൂരാണ് ചന്ദ്രൻ്റെയും കമലത്തിൻ്റെയും അച്ഛൻ്റെ വീട്. ചെറിയച്ഛൻ മരിച്ചിട്ട് 3 കൊല്ലമായി. ഭാഗത്തിൽ പെങ്ങന്മാർക്ക് അവകാശത്തിന് തീരു കൊടുത്ത് ഇവിടെ വന്ന് താമസമാക്കി. ഇവിടെ കിടന്ന് തന്നെ മരിച്ചു. ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊള്ളാൻ പറയേ. 4 ദിവസമെങ്കിൽ 4 ദിവസം അവിടെ നിൽക്കട്ടെ. വടക്കേ മുറിയുടെ അകത്തു നിന്ന് മുത്തശ്ശിയുടെ കൊക്കിക്കുര കേട്ടു. പിന്നീടൊരു വിളിയും, മീനാക്ഷിയേ. മീനാക്ഷിയടുത്ത് അത് കേട്ടില്ല. കുളത്തിൽ പോണവർ എൻ്റെ ഒരു തോർത്തുണ്ടും കൂടി കൊണ്ടുപോവണ്ടേ? ചെറിയമ്മ അത് കേട്ടു. അതിത്തിരി നേരത്തെ പറഞ്ഞുവിടല്ലോ തള്ളയ്ക്ക്. എല്ലാവരും തിരുമ്പലും കുളിയും കഴിഞ്ഞ നേരം നോക്കി തന്നെ പറഞ്ഞാൽ മതി. എന്നാൽ വരുന്നവരോടും പോണവരോടും വായ്ത്താരി തുടങ്ങാലോ. എനിക്കൊരു തോർത്ത് തിരുമ്പിത്തരാൻ കൂടി ഇവിടെ ആളില്ല. മുത്തശ്ശിയുടെ ചിലമ്പിച്ച ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ചെറിയമ്മ അവസാനത്തെ വാചകം പറഞ്ഞത്. ഞാൻ ഉമ്മറപ്പടിയിൽ ലോകത്തോട് മുഴുവൻ ദേഷ്യമായി പുകഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയുണ്ട് തെക്കേ കളമുറ്റത്തുകൂടെ നടന്നു വരുന്നു. നിറമുള്ള ഒരു തോർത്തുമുണ്ടാണ് ചുമലിൽ. അപ്പോൾ തെക്കേതിലേക്കാവില്ല, അല്പം അകലെ എവിടേക്കെങ്കിലും ആയിരിക്കും. ഒരു ഈർക്കില കഷ്ണം കൊണ്ട് നിലത്ത് വരച്ചും കുറിച്ചും മുഖമുയർത്താതെ ഞാൻ ഇരുന്നു. എന്തെങ്കിലും പറയുമ്പോൾ വേണം പൊട്ടിത്തെറിക്കാൻ. നനഞ്ഞ ട്രൗസർ അഴിച്ചിട്ടൊരു തോർത്തെടുത്ത് ചിറ്റായിരുന്നില്ലടാ. ഞാൻ മിണ്ടിയില്ല. മീനാക്ഷിയെ. അമ്മ എൻ്റെ മുന്നിൽ കോലായിൽ മുറ്റത്തേക്ക് കാൽ തൂക്കിയിട്ടിരുന്നു. മീനാക്ഷിയടുത്ത് വന്നപ്പോൾ അമ്മ ചോദിച്ചു, കാപ്പിപ്പൊടി ബാക്കിയുണ്ടോടി? ഉള്ളത് തട്ടിക്കുടഞ്ഞിട്ടല്ലേ ഉച്ചയ്ക്ക് വെള്ളം തിളപ്പിച്ചത്? ആ മാപ്പിളയുടെ പീടിയെന്ന് സാമാനം വാങ്ങൽ നിർത്തിയാലേ നേരെയാവുള്ളൂ.
അമ്മ ആരോടെന്നില്ലാതെ പറഞ്ഞു. അബ്ദുവിൻ്റെ പീടികയിൽ ചെന്നപ്പോൾ കണക്ക് തീർക്കാതെ ഇനി പറ്റിൽ സാമാനങ്ങൾ വാങ്ങേണ്ടെന്ന് അയാൾ പറഞ്ഞത് 2 ദിവസം മുമ്പാണ്. അച്യുതൻ വന്നോ? അച്യുതൻ എൻ്റെ അമ്മാവനാണ്, അമ്മയുടെ താഴെയുള്ള ആങ്ങള. കണ്ടില്ല. ചായപ്പീടികയിലത്തെ വെള്ളം കടം കിട്ടണോടത്തോളം കാലം ആണുങ്ങൾ അടുക്കളയിലത്തെ കാര്യം അന്വേഷിക്കില്ല. നീ ആ വടക്കേലെ കല്യാണി ഒന്ന് വിളിച്ചാ മീനാക്ഷിയെ? ഇല്ലത്തെ കുഞ്ഞാത്തോല് എന്തു പറഞ്ഞു എടുത്തിയേ? മറ്റന്നാളേക്ക് നോക്കാമെന്ന് പറഞ്ഞു. തരും. അറ്റ കൈന് ഉപ്പ് തേക്കില്ല അസത്ത്. എന്നാൽ എൻ്റെ അടുത്ത് വലിയ ലോഗ്യം കാട്ടും. ഞാനൊരു ചാക്ക് നെല്ല് ചോദിച്ചാൽ തരാണ്ടിരിക്കേ? അസല് കാര്യം. വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് മീനാക്ഷിയടുത്ത് ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ കാര്യം എന്താ ചെയ്യണ്ടേ? ഗോപാലേട്ടൻ്റെ ഓടയ്ക്ക് ആളെ വിട്ടാലോ? അമ്മ ക്ഷോഭിച്ചൊരാട്ടാണ് കൊടുത്തത്. കോവാലേട്ടൻ അങ്ങനെ തിന്നണ്ട. ഓനൊക്കെ എന്നേടി വലുതായത്? അവിടുത്തെ പെണ്ണുങ്ങളുടെ നില എന്താ? ഇന്നലെ വരെ പാലക്കലെ മേൻ്റെ അവിടുത്തെ വിഴുപ്പ് തിരുമ്പുമായിരുന്നില്ലേ എന്ന്? ശാന്തമായപ്പോൾ അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചു. നീ ആ കല്യാണിയെ വിളിക്കേ. മീനാക്ഷിയടുത്ത് പോയപ്പോൾ വിചാരിച്ചു ഇനി അമ്മ ചോദിക്കും ഞാൻ കഞ്ഞി കുടിച്ചോന്ന്. പക്ഷെ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നില്ല. പുറംതിരിഞ്ഞിരുന്ന് പടിഞ്ഞാറെ ഇറയത്ത് തല വേർപെടുത്ത് വിരലിൽ മുടിനാര് ചുറ്റി വയ്ക്കുന്ന ചെറിയമ്മയിലാണ് ശ്രദ്ധ. പെണ്ണായാട്ട് തുടങ്ങിയാൽ അധോഗതിയല്ലേ പിന്നെ ഉണ്ടാവൂ എന്ന് നിറഞ്ഞ സന്ധ്യയ്ക്ക് ഉമ്മറത്തിരുന്ന് തല വേറെടുക്കും. എന്നിട്ട് മിറ്റത്തൊക്കെ തലനാര് പാറി നടക്കും. ചെറിയമ്മ പതിവ് പോലെ അത് കേട്ട ഭാവം നടിച്ചില്ല. അടുത്തത് എൻ്റെ നേരെയായിരിക്കുമെന്ന് കരുതി നിൽക്കുകയായിരുന്നു ഞാൻ. നീ കുളിച്ചില്ലേ? അറിയാതെ അമ്മയുടെ സ്വരം താഴ്ന്നുപോയി. ഇന്നവിടെ ഉച്ചയ്ക്ക് വെച്ചിട്ടില്ല കുട്ടിയെ. അല്ലാതെ എടുത്തു വെക്കാൻ മറന്നതൊന്നുമല്ല. കുളിച്ചു വരുമ്പോഴേക്ക് അത്താഴത്തിൻ്റെ അരി തിളയ്ക്കും. ഞാൻ ഇളകാതെ ഇരിക്കുന്നത് കണ്ട് അമ്മ പറഞ്ഞു. ഓടി വാ. ദേഷ്യവും വിശപ്പും കത്തി അടങ്ങി കഴിഞ്ഞിരുന്നു. അകത്ത് കടന്ന് തോർത്തു തിരയുമ്പോൾ അമ്മ പറയുകയാണ്. അവറ്റിൻ്റെ തന്ത അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? അടുത്ത വീട്ടുകാരുടെ തോട്ടത്തിലാണ് കുളം. ഇടവപ്പാതി കഴിഞ്ഞ മുതൽക്ക് കുളം നിറഞ്ഞൊഴുകുകയാണ് പാടത്തേക്ക്. പക്കത്തെ മണ്ണിടിഞ്ഞ് കുളത്തിന് വിസ്താരം കൂടിയിട്ടുണ്ട്. തെച്ചിപ്പൊന്ത വെള്ളത്തിലാണ്. കുളി കഴിഞ്ഞു വന്ന് തേഞ്ഞ സോപ്പ് എവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കാനെന്ന നാട്യത്തിൽ അടുക്കളയിലേക്ക് ചെന്ന് നോക്കി. അപ്പോൾ അടുപ്പിൽ തീയെരിയുന്നുണ്ട്. വലിയ കലത്തിൽ വെള്ളം തിളയ്ക്കുന്നു. മീനാക്ഷിയടുത്ത് അടുക്കളക്കോലായിലിരുന്ന് അരി കഴുകുകയാണ്. അടുത്ത് കല്യാണിക്കുട്ടിയുണ്ട്. ഈ ചാക്കരിക്ക് വല്ലാത്ത നാറ്റം, കല്യാണിക്കുട്ടി പറയുകയാണ്. ചെറിയ ചെമ്പുപാത്രത്തിലേക്ക് മീനാക്ഷിയടുത്ത് കഴുകി വാരിയിടുന്ന അരി കണ്ടപ്പോൾ മനസ്സിൽ ആഹ്ലാദമായി. രാത്രിയത്തെ കാര്യം ഇങ്ങനെയായി. നാളേക്കോ? മീനാക്ഷിയടുത്ത് ചോദിക്കുന്നു. ചെത്തി തേക്കാത്ത ചുവരിൻ്റെ പൊത്തിൽ നായിൻ്റെ നാവ് പോലെ തേഞ്ഞ സോപ്പ് തിരികെ വെച്ച് ഞാൻ മുറ്റത്തേക്കിറങ്ങി. മഴവെള്ളം അവിടെ തളം കെട്ടി നിൽക്കുന്നു. തൊഴുത്തിൻ്റെ കോലായിൽ പശുക്കുട്ടി കിടന്ന് അയവിറക്കുന്നു. അതിൻ്റെ കണ്ണിന് താഴത്തെ മുറിവിന് ചുറ്റും ഈച്ചകൾ പാറി നടക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെ മഴക്കാലത്താണ് അതിൻ്റെ തള്ള വരിച്ചാലിൽ വീണ് ചത്തത്. രാവിലെ കറന്നു വിട്ടതാണ്. സന്ധ്യ കഴിഞ്ഞ് തിരിച്ചെത്തിയില്ല. ആദ്യം മീനാക്ഷിയടുത്ത് പോയി തിരഞ്ഞു. പിന്നെ അച്ചുമാമ. രാവിലെ ചക്കന് ആളയച്ചു. മരുന്ന് പറിക്കാരൻ ചക്കൻ കുന്നിൻപുറത്ത് അറിയാത്ത സ്ഥലമില്ല. ചക്കൻ വൈകുന്നേരം വന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി അടക്കം നിലവിളിച്ചു പോയി. ചെറിയച്ഛൻ വടക്കിനിയിൽ കിടന്ന് മരിച്ച ദിവസം പോലും വീട്ടിലാർക്കും ഇത്ര സങ്കടം തോന്നിയിട്ടില്ല. തൊഴുത്തിൻ്റെ പിറകിലെ പടൽവാഴക്കൂട്ടത്തിലേക്ക് വെറുതെ കുറേ നേരം കല്ലുകൾ എറിഞ്ഞ് ചുറ്റി നടന്ന് ഉമ്മറത്ത് ചെന്ന് കയറി. അമ്മ അപ്പോഴും കോലായിലിരിക്കുകയാണ്. ചെറുമൻ കണക്കറായി മുറ്റത്തിൻ്റെ അരികിൽ പൂപ്പൽ പിടിച്ച മതിലിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്നു. ഇക്കുറിയത്തെ വിളയും പോയതന്നെ ഇമ്രാൾമോ. മഴ എങ്ങനെ വിടാണ്ട് നിന്നാൽ അപ്പിടി പതിരന്നെ. 4 മാസം തികച്ചു ഉണ്ണാനുള്ള നെല്ല് കൃഷിയിൽ നിന്ന് കിട്ടിയുള്ള കാലം മറന്നു. കാലം പേച്ച കാലത്ത് അങ്ങനെയാ. കണക്കറായി തൊപ്പിക്കുട ചൂടി മുറ്റത്തിൻ്റെ അരികിലൂടെ നടന്ന് പടിഞ്ഞാറെ പടിക്കലേക്ക് കയറാൻ നോക്കുമ്പോൾ ചെറിയമ്മ ചോദിച്ചു. കണക്കറായിയെ, എൻ്റെ വട്ടിയിൽ വെറ്റിലുണ്ടാ? അങ്ങാടിയിലേക്ക് അയക്കാൻ ഒരാളെ കിട്ടിയില്ല. ഞാൻ അമ്മയെയാണ് നോക്കിയത്. ചെറിയമ്മ കീഴ്ക്കുറഞ്ഞവരോട് വെറ്റിലയും പുകയിലയും ചോദിക്കുന്നത് കേൾക്കുമ്പോഴെല്ലാം അമ്മയ്ക്ക് കലി കയറും. കണക്കറായി മടിയിൽ നിന്ന് വട്ടിയെടുത്ത് പരിശോധിച്ച് ഒരു വെറ്റിലത്തുണ്ട് കോലായുടെ അറ്റത്ത് വെച്ച് പറഞ്ഞു. കരിഞ്ഞൊരു കണ്ടേയുള്ളൂ ഇമ്രാൾമോ. ചെറിയമ്മ അതെടുത്ത് അകത്തേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, ചെറിയമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ, പക്ഷേ മുറുക്കാതെ വയ്യ. അടക്കയില്ലെങ്കിൽ തെങ്ങിൻ്റെ വേര് മതി.
കൊയ്ത്തുകാലത്ത് അമ്മ കാണാതെ നെല്ല് കൊടുത്ത് വെറ്റിലയും പുകയിലയും വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണിക്കുട്ടി ഉമ്മറത്ത് വന്ന് അമ്മയുടെ അടുത്തിരുന്നു. എത്ര കിട്ടിയടി? 3 അന്നന്ന് റേഷൻ വാങ്ങി ഉണ്ണനവരുടെ കയ്യിൽ എങ്ങനെ ഉണ്ടാവുക? കൊത്തലങ്ങാട്ടിലേക്ക് ഒരാളെ അയക്കായിരുന്നില്ലേ? അവർ നിർത്തിപ്പണത്തിന് 4 ചാക്ക് നെല്ല് വാങ്ങിയിട്ടുണ്ടത്രേ മാളുവർത്തിയെ. ചോദിച്ചാൽ തരും. എന്നിട്ട് നാളെ നാട് മുഴുവൻ കൊട്ടി ഘോഷിക്കും ചെയ്യും. പഷ്ണിയായാലും എൻ്റെ കുട്ടികൾക്ക് 4 ആളുടെ മുന്നിൽ തല നീർത്തി നടക്കാം. എന്നിട്ട് അമ്മ എപ്പോഴും പറയാറുള്ള കണക്കുകൾ പറയാൻ തുടങ്ങി. അച്ഛൻ മാസാമാസം 40 ഉറുപ്പിക അയക്കുന്നുണ്ട്. മിക്ക മാസത്തിലും ഏട്ടൻ 10 ഉറുപ്പിക അയക്കുന്നു. 1-ാം തീയതി ആയാൽ വക്കും തെന്നും പൊട്ടാതെ 10-50 ഉറുപ്പിക വരണ്ട് കയ്യിൽ. ഈ കരിമ്പ്രങ്ങളെ മുഴുവൻ ഇതുകൊണ്ട് വേണ്ടേ പോറ്റാൻ? അച്യുതൻ മാമ, ചെറിയമ്മ, ചെറിയമ്മയുടെ മക്കൾ, മീനാക്ഷി എടുത്തി എല്ലാവരും അടങ്ങുന്നു അമ്മ പറയുന്ന കരിമ്പ്രങ്ങളിൽ. അക്കരയിൽ നിന്ന് കുട്ടികൾ വന്നില്ലേ ഇക്കുറി? അക്കരയിലെ കുട്ടികൾ എന്ന് വെച്ചാൽ പുഴയുടെ മറുവശത്ത് താമസിക്കുന്ന അച്ചുമാവൻ്റെ കുട്ടികളാണ്. കർക്കിടകമായാൽ മറുകരയിൽ നിന്ന് അവർ ഇടയ്ക്കിടെ വിരുന്നു വരും. 5-8 ദിവസം താമസിച്ചു പോകുമ്പോൾ മുത്തശ്ശി ക്ഷണിക്കും. നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ടന്നെ പോരിൻ. മുത്തശ്ശി അച്യുതൻ്റെ മക്കളുടെ കഷ്ടപ്പാട് പറയാൻ തുടങ്ങിയാൽ ചെറിയമ്മ മുത്തശ്ശിയെ ശകാരിക്കും. ഈ തള്ളടന്തി പക്ഷഭേദം ആർക്കും ഉണ്ടാവില്ല. അക്കരത്തെ കുട്ടികളുടെ കഷ്ടപ്പാടിൻ്റെ വർണ്ണനയുള്ളൂ ഏതു നേരവും. എനിക്കുണ്ടല്ലോ 2 കുട്ടികൾ. ഏടത്തേക്കുണ്ട് 10-12 വയസ്സായ ഒരു ആൺകുട്ടി ഇവിടെ. അവരെ വിളിക്കാവട്ടെ പറയാവട്ടെ. ആ കുട്ടികൾ വന്നാൽ തള്ളയ്ക്ക് വാദക്കടച്ചിലും ഇല്ല, ഏക്കവും ഇല്ല. കുളിപ്പിക്കാനും തിരുമ്പാനും കിടത്താനും ഒക്കെയുള്ളൂ പിന്നെ നേരം. ചെറിയമ്മ പറയുന്നത് മുഴുവൻ സത്യമല്ല. കാരണം ജലദോഷം വന്ന് തുമ്മുന്നത് കേട്ടാൽ മുത്തശ്ശി വിളിക്കും. മൺകുടുക്കയിലാക്കി വെച്ച പൊടി തലയിൽ തിരുമ്മും. എന്നിട്ട് കൈ മൂക്കിൽ വെച്ച് വലിക്കാൻ പറയും. അമ്മ ചെറിയമ്മയെ ശാസിക്കും. എടി, നാഴിയെങ്കിൽ നാഴി ഇവിടെ കൊയ്ത്ത് വെക്കാനുണ്ടല്ലോ. കൊല്ലത്തിൽ 360 ദിവസവും അവർക്ക് അരി വാങ്ങണ്ടേ? കർക്കിടകത്തിൽ ചന്ദ്രനും കമലവും ഇടയ്ക്കിടെ പേരശനൂർക്ക് വിരുന്നു പോകുന്നു. അച്ചുമാമയുടെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു. ഞാൻ മാത്രം ഇവിടെ തന്നെ കഴിയണം. കാരണം അച്ഛൻ്റെ വീട് ദൂരെയാണ്, അണ്ടത്തോടാണ്. 25 നാഴിക ബസ്സിന് പോകണം, പിന്നെ തോണിക്കും. അച്ഛൻ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ അവിടെ പോകാറുള്ളൂ. അമ്മയ്ക്ക് അതും അത്ര ഇഷ്ടമായിട്ടല്ല. കാരണം അമ്മയ്ക്ക് അച്ഛമ്മയെ ഇഷ്ടമല്ല. അച്ഛൻ ഭാര്യ വീട്ടുകാരെ മുഴുവൻ പോറ്റുന്ന തിരക്കിൽ വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുന്നില്ലെന്ന് അച്ഛമ്മ പലരോടും ആവലാതി പറയുന്നുണ്ടത്രേ. കല്യാണിക്കുട്ടി വെറുതെ നിന്ന് നാട്ടുപഞ്ചായത്ത് പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, മുറ്റത്ത് പൊടിയും കാടും ഒന്ന് അടിക്കാൻ. കല്യാണിക്കുട്ടി മുണ്ടിൻ്റെ തുമ്പെടുത്ത് കുത്തി മുറ്റമടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അറ്റം കെട്ടിയിട്ട മുടി ചുമലിലൂടെ വീണ് ഇപ്പോൾ നിലത്ത് മുട്ടുമെന്ന് തോന്നും. ചുവന്ന കുപ്പിവളകൾ കിലുങ്ങും. പിന്നെയും 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കല്യാണിക്കുട്ടി സുന്ദരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അരി തിളയ്ക്കാറായിട്ടുണ്ടാവുമോ എന്ന് മനസ്സിൽ കണക്ക് കൂട്ടി. ചുവന്ന കുപ്പിവളകളുടെ കിലുക്കം കേട്ടുകൊണ്ട് തൂണം ചാരിയിരിക്കുമ്പോൾ അടിച്ചു വാരൽ നിർത്തി പടിക്കലേക്ക് നോക്കിക്കൊണ്ട് കല്യാണിക്കുട്ടി പറഞ്ഞു, മാളുവർത്തി, ആരാ വരുന്നേ? ഇങ്ങോട്ട് തന്നെയാ തോന്നണു. ഞാനും നോക്കി. ഇങ്ങോട്ട് തന്നെ. ഷർട്ടിട്ട ആരോ ആണ് വരുന്നത്. അമ്മയും ചെരിഞ്ഞ് നീങ്ങിയിരുന്ന് നോക്കി. പടി കടന്ന് ഒതുക്കുകൾ കയറി മുകളിലെത്തിയപ്പോൾ ആളെ എനിക്ക് മനസ്സിലായി. ശങ്കുണ്ണിയേട്ടനാ അമ്മേ. ഏത് ശങ്കുണ്ണിയേട്ടൻ? അണ്ടത്തോട്ട ശങ്കുണ്ണിയേട്ടൻ. ഓൻ്റീശ്വരാ! അമ്മ വെമ്പലോടെ കല്യാണിക്കുട്ടിയോട് പറഞ്ഞു. കല്യാണിയെ, ഓട് അടുക്കളയിലേക്ക്, ഉള്ളത് വാർക്കാൻ പറ. പുഴുകുത്തിയ കട്ടപ്പല്ലുകൾ മുഴുവൻ കാണിച്ച് ചിരിച്ചുകൊണ്ട് കുടമടക്കി ശങ്കുണ്ണിയേട്ടൻ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ ചോദിച്ചു, എന്താ അമ്മയ്യേ, അറിയോ? ശങ്കുണ്ണിയോ? മുത്തംപ്ലാവ് കോടി കായ്ക്കുകയാണല്ലോ. കയറിയിരിക്കെ. ആ കിണ്ടിയിൽ ഒരു കിണ്ടി വെള്ളം കൊടുക്കുണ്ണിയേ. ഞാൻ എടുത്തോളാം. കിഴക്കേ കോലായുടെ അറ്റത്ത് കുപ്പയ്ക്കടുത്ത് വെച്ച വെള്ളമെടുത്ത് ശങ്കുണ്ണിയേട്ടൻ കാല് കഴുകിയത് നന്നായി. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ അയാൾക്ക് കാല് കഴുകാൻ വെള്ളം കൊണ്ടുവരിക? ആ പുൽപ്പായത്തടുക്ക് കൊടുക്കുണ്ണിയേ. ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മായിയേ. അല്ലടോ, അതിനൊക്കെ ഒരു ചിട്ടയില്ലേ? അയാൾ മുളങ്ങാലുള്ള പഴയ കുട ഉത്തരത്തിൽ തൂക്കിയിട്ട് ഉമ്മറത്തെ ചാരുപടിമേൽ കയറിയിരുന്നു. അണ്ടത്തോട് തന്നെ? ആ, വിശേഷമൊന്നുമില്ലല്ലോ. ഏയ്, ദിവസമായി അമ്മായിയും കുട്ടികളെയും വന്ന് കാണണമെന്ന് വിചാരിക്കണോ? ഇപ്പോഴേ തരായുള്ളൂ. അതൊക്കെ വേണ്ട തന്നെ. അമ്മ അച്ചമ്മയുടെയും അച്ഛൻ പെങ്ങന്മാരുടെയും വിശേഷങ്ങൾ ചോദിച്ചു. ശങ്കുണ്ണിയേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു.
ഉണ്ണി ഏത് ക്ലാസ്സിലാപ്പോ? അയാളുടെ മുഖത്ത് നോക്കാതെ ഞാൻ ഉത്തരം പറഞ്ഞു, 7. അയാളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് മുമ്പും ഇഷ്ടമില്ല. വസൂരിയുടെ കുഴികൾ വീണ മുഖമാണ്. എപ്പോഴും പുഴുക്കുത്തിയ അറപ്പ് തോന്നിക്കുന്ന പല്ലുകൾ വെളിയിൽ കാണിച്ച് ഇളിച്ചുകൊണ്ടിരിക്കും, കാരണമൊന്നുമില്ലാതെ. അച്ഛൻ്റെ ഏതോ താവഴിയിൽപ്പെട്ട മരുമകനാണ്. അച്ഛൻ്റെ കൂടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട പരിചയമേ ഉള്ളൂ. അച്ഛനോ അച്ഛൻ്റെ അനുജനോ ലീവിൽ വരുന്ന കാലത്തെ ശങ്കുണ്ണിയേട്ടനെ അവിടെ കാണൂ. അമ്മിണിയോപ്പവും ലക്ഷ്മിയോപ്പവും ശങ്കുണ്ണിയേട്ടൻ കേൾക്കത്തന്നെ പറയും. വല്യോപ്പ വരണ കാലത്ത് അടുത്തു കൂടും, പിന്നെ തിരിഞ്ഞു നോക്കില്ല. അരി ഇടിക്കുക, വെള്ളം കോരുക, അങ്ങാടിയിൽ പോയി സാമാനം കൊണ്ടുവരിക തുടങ്ങിയ പണികളെല്ലാം ചെയ്യും. ഞാൻ പതുക്കെ അകത്തേക്ക് നടന്നു. മീനാക്ഷിയടത്തി അരി വാർക്കുകയാണ്. കല്യാണിക്കുട്ടി സ്ഥലം വിട്ടിരിക്കുന്നു. ആരാ ഉണ്ണിയേ? ശങ്കുണ്ണിയേട്ടൻ. അണ്ടത്തോട്ട് ഒരു ശങ്കുണ്ണിയേട്ടനില്ലേ? അവര് 100 ദിക്കിൽ പാഞ്ഞ് നടന്നിട്ടാ മുന്നാഴി അരി കിട്ടിയത്. അപ്പളേക്കൊരു വിരുന്നൂട്ടിനുള്ള വരവ്. മീനാക്ഷിയടുത്ത് ഉറക്കെ തന്നെയാണത് പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് നടന്നു വന്ന അമ്മ ക്ഷോഭിച്ചു. മിണ്ടലടി ഒരുമ്പട്ടോളെ, അവനോൻ്റെ ഇല്ലായിക അവനോൻ അറിഞ്ഞാൽ മതി. മീനാക്ഷിയടുത്ത് കലം നിവർത്തി അടപ്പലകയിൽ പറ്റിപ്പിടിച്ച വറ്റുകൾ തട്ടി കലത്തിലേക്കിട്ടു. ശങ്കുണ്ണിയായാലും അണ്ടത്തോടുന്ന് വരണ ഒരാണൊരുത്തനാ. അവിടെ ചെന്ന് 100 ആളോട് പറയും അമ്മായിയമ്മയുടെ വീട്ടിൽ ചെന്ന വിശേഷം. നിനക്ക് ചങ്കും പൊങ്കും ഇല്ല, അതുകൊണ്ടാ പറയുക. അണ്ടത്തോടുന്ന് ഏത് പറയാൻ വന്നാലും അതിൻ്റെ മര്യാദ ചെയ്യണം. ഞാൻ മാനമര്യാദയായിട്ട് ചെന്ന് പാർക്കണ സ്ഥലമാണ്. 4 മുഴം നാവുള്ള മീനാക്ഷിയെടുത്തി മിണ്ടിയില്ല. അമ്മ എല്ലാവരെയും ചീത്ത പറയും, അച്ചുമാവനെ അടക്കം. ആരും എതിർത്ത് പറയില്ല. കാരണം ഭാഗത്തിൽ കടം വീട്ടിയത് അച്ഛനാണ്. അച്ഛൻ്റെ പണം വരുന്നത് കൊണ്ടാണ് ഈ കരിമ്പ്രങ്ങൾ കഴിയുന്നത്. ഉണ്ണിയേ, നീ ആ ചെട്ടിയച്ചാരുടെ പേരയിൽ ചെന്നിട്ട് ഒരണക്കി പപ്പടം വാങ്ങിക്കുക. കാശ് ഞാൻ നാളെ കൊടുത്തയക്കാന്ന് പറ. പോകുമ്പോൾ ആ കണക്രായുടെ ചെക്കനോട് ഒന്ന് ഓടി വരാൻ പറയാം. മീനാക്ഷിയെ, തെങ്ങുമ്മലിന്ന് ഉള്ളയിൽ മൂത്തത് നോക്കിയിട്ട് ഒരു നാളികേരം ഇടിയിച്ചോ. അരച്ച് കലക്കിയുണ്ടാക്കാം. വാഴക്കിഴങ്ങിൻ്റെ കൂട്ടാൻ മാത്രമായിട്ട് എങ്ങനെയാണ് അണ്ടത്തോട്ടുകാർക്ക് വിളമ്പി കൊടുക്കുക? കല്യാണിയുടെ അടുത്തുനിന്ന് ഒരു തുള്ളി വെളിച്ചെണ്ണ തരാൻ പറ. നിറയെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കൊടുത്ത അമ്മ വീണ്ടും ഉമ്മറത്തേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് ഓർമ്മിപ്പിച്ചു, പപ്പടം പൊട്ടിച്ച് വറക്കണ്ട, കാച്ചിയാൽ മതി, മറ്റത് മോശമുണ്ട്. ചോറ്റുകലത്തിലേക്കും താഴെ അഞ്ചരിച്ചെമ്പിൽ നേർത്ത മഞ്ഞ നിറത്തിൽ ദുർഗന്ധമുള്ള ആവിയോടെ നിറഞ്ഞു കിടക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്കും നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. മീനാക്ഷിയടത്തേക്ക് ഓർമ്മയില്ലേ ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ലെന്ന കാര്യം? ദാഹിക്കുന്നു എന്ന് പറഞ്ഞാലോ, വിശക്കുന്നു എന്ന് പറയാൻ മാന സമ്മതിക്കുന്നില്ല. ചെട്ടിച്ചിയാരുടെ പുരയിലേക്ക് നടക്കുമ്പോൾ ഓർത്തു, ശങ്കുണ്ണിയേട്ടൻ വന്നത് നന്നായി. പപ്പടവും അരച്ചു കലക്കിയുമുണ്ട്. പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ ചോറിലൊഴിച്ച് കുഴച്ച് ഉപ്പും ഇട്ടാലത്തെ സ്വാദോർത്തപ്പോൾ വായിൽ വെള്ളം നിറഞ്ഞു. മീനാക്ഷിയടുത്തിയോട് സ്വകാര്യത്തിൽ പറഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങണം. പപ്പടം വാങ്ങി തിരിച്ചു പോരുമ്പോൾ തെക്കേ വീട്ടുകാരുടെ വേലിക്കടുത്ത് നിൽക്കുന്ന മൂവാണ്ടൻ്റെ ചുവട്ടിൽ ഒരു മാങ്ങ കിടക്കുന്നത് കണ്ടു. ഓടി ചെന്നെടുത്തപ്പോൾ ഒരു വശത്തെ തോലേ ബാക്കിയുള്ളൂ. അകം മുഴുവൻ കാക്ക കൊത്തി തിന്നിരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ ശങ്കുണ്ണിയേട്ടൻ ഷർട്ടഴിച്ചു മടക്കി മെത്താരണയുടെ ചുവട്ടിൽ വെച്ചിരിക്കുന്നു. അമ്മ ഇരുന്ന് വിശേഷം പറയുകയാണ്. മഴ കഴിഞ്ഞിട്ട് വേണം വീടൊന്ന് മേൽക്കൂട് മാറ്റി ഓടിടാൻ. പ്ലാവ് 2 എണ്ണം അതിനുവേണ്ടി നോക്കി വെച്ചിരിക്കുകയാണത്രേ. 4 കൊല്ലം പെരമേയാൻ ചിലവാക്കണ കാശ് മതിയില്ലോ ഇതൊന്ന് ഓടിടാൻ. ഗോവിന്ദുട്ടി എപ്പോഴും എഴുതും. അച്ഛൻ്റെ വീട് പുതിയതായി പണി കഴിപ്പിച്ച വലിയ ഓടിട്ട വീടാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം അമ്മ പറയുന്നത്. ഈ വീട് പുറമേ നിന്നിങ്ങനെ കാണുന്ന പോലെ അല്ല. എത്ര സ്ഥലകത്ത് കോട്ട പോലെയല്ലേ കിടക്കണേ. അടിക്കാനും തുടയ്ക്കാനും തന്നെ വേണം ഒരാൾ. ആ മീനാക്ഷി ഉള്ളത് കൊണ്ട് ചെതലും മാറാലേയും തട്ടുണ്ട്. എന്നെക്കൊണ്ടാവോ ഇതൊക്കെ നോക്കി നടത്താൻ? ശങ്കുണ്ണിയേട്ടൻ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ മൂളുന്നുണ്ട്. ഏട്ടൻ്റെ ഉദ്യോഗം, അച്ഛൻ മാസാമാസം അയക്കുന്ന മണി ഓർഡർ, ഉണ്ണിയുടെ അതായത് എൻ്റെ ബുദ്ധിശക്തി, പുരമേച്ചിൽ ദിവസം നടത്തുന്ന സദ്യയുടെ ചെലവ്, അങ്ങനെ പലതും അമ്മ പറയുന്നുണ്ട്. പുറത്ത് മാനം വീണ്ടും കറക്കുകയാണ്. സന്ധ്യ നേരത്തെ വന്നിരിക്കുന്നു. ശങ്കുണ്ണിക്ക് കുളിക്കണ്ടേ? കുളിക്കണം. ഉണ്ണിയെ, മീനാക്ഷിയോട് ആ തോർത്തും പത്തായത്തിലെ പുത്തൻകാലത്ത് നിന്ന് ഇത്തിരി വാകപ്പൊടിയും കൊണ്ടുവരാൻ പറ. ഓടത്തിൽ കുറച്ച് നല്ലെണ്ണ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്ക്. തെക്കേ അറയിൽ ഭരണിയിലുണ്ടാവും. അകത്തെ വടക്കിനിയിൽ ചെറിയമ്മ കോസറി വിരിക്കുകയാണ്. ചെറിയമ്മയ്ക്ക് ഏത് സമയവും കിടക്കണം. മേലെല്ലാം എപ്പോഴും മുളകരച്ച് തേച്ചതുപോലെ ചുട്ടു നീറുകയാണല്ലോ. വൈകുന്നേരമായാൽ കോസറി വിരിച്ച് കുടഞ്ഞിടും.
മുത്തശ്ശി കിടക്കുന്ന അകത്ത് ഇരുട്ടാണ്. ആ കട്ടിലിൻ്റെ ചുവട്ടിലാണ് എണ്ണഭരണി. എന്താടാ നോക്കണ്? എണ്ണ. ആർക്കാ? ആ ശങ്കുണ്ണിയേട്ടൻ വന്നിട്ടുണ്ട് അണ്ടത്തോടുന്ന്. അണ്ടത്തോടുന്നാ? മുത്തശ്ശിയുടെ ശബ്ദത്തിൽ ബഹുമാനമുണ്ട്. അണ്ടത്തോട് നിന്ന് ഒരാൾ വരിക എന്നത് ചില്ലറ കാര്യമല്ല. അച്ഛൻ്റെ വീടുമായി ബന്ധപ്പെട്ട ആരെയും പറയുക അണ്ടത്തോട്ടുകാരെന്നാണ്. ഭരണിയുടെ അടപ്പ് ശീല ചുറ്റി അടച്ചു വെച്ചിരിക്കുകയാണ്. കഴുത്തിൽ ഉറുമ്പ് കയറാതിരിക്കാൻ മണ്ണെണ്ണ ശീല ചുറ്റി വെച്ചിട്ടുണ്ട്. ഭരണിയെടുത്ത് വാതിലിനടുത്ത് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് വെച്ച് തുറന്നു നോക്കി. ആകെ ഒരു മൂലയിൽ കുറച്ചേ ഉള്ളൂ എണ്ണ. മാസത്തിലൊരിക്കൽ എണ്ണക്കാരൻ മാപ്പിള വരുമ്പോൾ നാഴി എണ്ണ വാങ്ങി വയ്ക്കും. ഞായറാഴ്ച ദിവസം തേച്ച് കുളിക്കാൻ പറഞ്ഞ് ഒരു ചെറിയ കുഴിയിൽ എണ്ണ എനിക്കും ഒഴിച്ചു തരും. അത് തുള്ളിയും കളയാതെ മേല് പുരട്ടണം. അമ്മയ്ക്ക് വെളിച്ചെണ്ണ തലയിൽ പിടിക്കില്ല. അതുകൊണ്ടാണ് നല്ലെണ്ണ വാങ്ങുന്നത്. നാഴി എണ്ണ ഒരു മാസത്തേക്കാണ്. ചെറിയ ഓട്ടുകിണ്ണത്തിലേക്ക് എണ്ണ ഒഴിച്ചപ്പോൾ അധികമായെന്ന് തോന്നി. ഇനി കീടനേ ബാക്കിയുള്ളൂ ഭരണിയിൽ. ഉമ്മറത്തേക്ക് ഓട്ടുകിണ്ണവുമായി കടന്നു വന്നപ്പോൾ അമ്മയുടെ കണ്ണുകൾ അതിൽ പതിഞ്ഞു. തെറ്റു ചെയ്ത വകയ്ക്കുള്ള ഒരു ശാസനയുണ്ട് കണ്ണിൽ. മീനാക്ഷിയടുത്തി കൊണ്ടുവന്നു കൊടുത്ത തോർത്തു ചുറ്റി വലിയ മുണ്ട് ഉത്തരത്തിൽ ചുരുട്ടി വെച്ച് ശങ്കുണ്ണിയേട്ടൻ വിസ്തരിച്ച് എണ്ണ തേച്ചു തുടങ്ങി. തലയിലും മേലും സമൃദ്ധമായി എണ്ണ തേച്ചു കഴിഞ്ഞപ്പോൾ ഓടത്തിൽ പകുതി എണ്ണ ബാക്കിയുണ്ട്. അമ്മയുടെ മനസ്സിൽ എന്നോടായിരിക്കും ദേഷ്യം മുഴുവൻ. കടലാസ് കഷ്ണത്തിൽ കൊണ്ടുവന്നു വെച്ച വാഗപ്പൊടി എടുത്തപ്പോൾ അത് ഓടത്തിൽ ബാക്കിയുള്ള എണ്ണയിലിട്ട് കുഴയ്ക്കും ശങ്കുണ്ണിയേട്ടൻ എന്ന് കരുതിയില്ല. എണ്ണയിൽ കുതിർത്ത് വാഗ ഒരു ഉരുളയാക്കി കയ്യിലിട്ട് ആട്ടിക്കൊണ്ട് ശങ്കുണ്ണിയേട്ടൻ ചോദിച്ചു, "കൊള എവിടെയാ ഉണ്ണിയേ?" വഴി കാണിച്ചു കൊടുക്കാൻ എന്തോ അമ്മ പറഞ്ഞില്ല. ഞാൻ തെക്കേ മുറ്റത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, "ദാ അതിലൂടെ ഇറങ്ങിയാൽ മതി." മീനാക്ഷിയടുത്ത് വിളക്ക് കൊളുത്തി കാണിച്ചു. "ഉണ്ണിക്ക് നല്ല വിശപ്പുണ്ടാവും," അമ്മ എന്നോടും മീനാക്ഷിയോടുമായി പറഞ്ഞു. ഞാൻ കേട്ട ഭാവം നടിച്ചില്ല. "പാട്ടുരാശി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഉണ്ണ." വാഗ പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസ് കഷ്ണം മുറ്റത്തു നിന്ന് പെറുക്കി അമ്മ ഒതുക്കുകല്ലിൽ വീണ എണ്ണത്തുള്ളികൾ തുടച്ച് വലിച്ചെറിഞ്ഞപ്പോൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, "എണ്ണയ്ക്കെന്താ വില? പക്ഷേ അണ്ടത്തോട്ടുകാർ വരുമ്പോൾ നമ്മൾ ചേപ്രത്തം കാണിച്ചു എന്ന് വരാൻ പാടില്ലല്ലോ." എന്നോട് ഇതൊക്കെ എന്തിനു പറയണു? പപ്പടം കാച്ചി വെളിച്ചെണ്ണ ഒഴിച്ച ചോറിൻ്റെ സ്വാദാണ് എൻ്റെ നാവിൽ. വാഴക്കൂട്ടത്തിനിടയിൽ ഇരുട്ടിൻ്റെ കീറുകൾ ചെറുമക്കുട്ടികളെപ്പോലെ പതുങ്ങിക്കൂടുന്നത് നോക്കിക്കൊണ്ട് ഞാനിരുന്നു. ശങ്കുണ്ണിയേട്ടൻ കുളി കഴിഞ്ഞു വന്ന് കിഴക്കേ കോലായിൽ ചെന്ന് ഉത്തരത്തിൽ വെച്ച വലിയ മുണ്ട് ചുറ്റി കൈകൊണ്ട് തല മാടി ഒതുക്കി നനഞ്ഞ തോർത്ത് എന്നെ ഏൽപ്പിച്ചു. അപ്പോഴാണ് അച്ചുമാമ വരുന്ന ശബ്ദം കേട്ടത്. അച്ചുമാമ വരുന്നത് ദൂരത്തുനിന്ന് കേൾക്കാം. ഏമ്പക്കം വായുകോപമാണത്രേ. "ആരാ അത്?" അച്ചുമാമ ശങ്കിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ പറഞ്ഞു, "അണ്ടത്തോട്ടുന്നാ." അച്ചുമാമയുടെ ശബ്ദം പെട്ടെന്ന് താണു. "ആരാ?" "ആ ശങ്കുണ്ണിയാ." കുപ്പക്കല്ലിൽ നിന്ന് കാല് കഴുകി വന്ന ശങ്കുണ്ണിയേട്ടൻ ചാരുപടിമേൽ കയറിയിരുന്നു. "എന്താടോ ഇങ്ങനെ വഴിതെറ്റാൻ?" ശങ്കുണ്ണിയേട്ടൻ ചിരിച്ച് ചാരുമടിമേൽ നിന്ന് എണീറ്റു. "ഇരിക്കടോ, ഇരുന്നോ." അണ്ടത്തോട്ടുകാരനെ അച്ചുമാമയും ബഹുമാനിക്കുന്നുണ്ട്. അച്ഛൻ്റെ വീട്ടിലെ അടുക്കളമുറ്റത്ത് മടൽക്കൂമ്പാരത്തിനടുത്ത് ഇറുക്കില കൊണ്ട് തൊണ്ണിൽ കുത്തി അമ്മിണിയോപ്പൂവിൻ്റെ വിളിയും കാത്ത് വിശന്നിരിക്കാറുള്ള ശങ്കുണ്ണിയേട്ടനോടാണ് അച്ചുമാമൻ്റെ ആദരവ്. അച്ചുമാമ ഉച്ചത്തിൽ തേട്ടിക്കൊണ്ട് താഴത്തെ കോലായിലിരുന്ന് ബീഡി കത്തിച്ചു. "തെക്ക് എന്തൊക്കെയാണോ വിശേഷം?" ചാരുപടിമേൽ കാലി വിറപ്പിച്ചുകൊണ്ടിരുന്ന ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു. വിശേഷമൊന്നുമില്ല. അമ്മായിയുടെയും കുട്ടികളുടെയും വിവരം അറിയാലോചിച്ചിട്ട് പോരേ. തെക്കോട്ടേക്കൊന്ന് വരണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു. ഇനി അളിയൻ വരുമ്പോഴാവട്ടെ. ഗുരുവായൂരിനും ഒന്ന് തൊഴണം." കർക്കിടകത്തിൽ എത്ര വേഗത്തിലാണ് ഇരുട്ട് പരക്കുന്നത്. ഉമ്മറത്ത് ചുവരിലെ ആണിയിൽ മൂട്ടവിളക്ക് കത്തിച്ചു വെച്ചു. അകത്ത് മച്ചിൻ്റെ മുമ്പിൽ വെച്ച നിലവിളക്കിൻ്റെ തിരി കെട്ടു. പച്ചത്തിരി കത്തിയ മണം ഒരു നിമിഷം വായുവിൽ തങ്ങി നിന്നു. അമ്മ അകത്തേക്ക് പോകുമ്പോൾ ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞു, "ആ വലിയ റാന്തൽ വിളക്കിൻ്റെ ചിമ്മിനി വാപ്പുവിൻ്റെ പീടികയിൽ വന്നില്ലേ കുട്ടികളെ? വെള്ളിയാഴ്ച ആയതുകൊണ്ട് വായിക്കേണ്ട. എല്ലാ ദിവസവും ഈ നേരത്ത് വായിക്കാറുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച പതിവില്ല. ശനിയും ഞായറും മുഴുവൻ കിടക്കുന്നുണ്ടല്ലോ മുന്നിൽ." പുറത്ത് മഴ പൊടിയാൻ തുടങ്ങുന്നു. പടിഞ്ഞാറേ കോലായിൽ ചുമരും ചാരിക്കിടന്നു. അച്ചുമാമ പണ്ടൊരിക്കൽ അണ്ടത്തോട്ട് പോയപ്പോൾ കഴിച്ച ഒരു വിശേഷപ്പെട്ട മീൻകൂട്ടാനെപ്പറ്റി പറയുകയാണ്. എനിക്ക് തല പൊക്കാൻ വയ്യ. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നി. ഒരു നേർത്ത കാറ്റടിച്ചപ്പോൾ തണുപ്പിൻ്റെ ഒരല ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നു. മേലെല്ലാം രോമം എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ. വീണ്ടും ഉമ്മറത്ത് അമ്മയുടെ ശബ്ദം കേട്ടു. "അച്യുതന് കുളിയുണ്ടോ?"
വയ്യ, മഴ തുടങ്ങിയ മുതൽ ചീരാപ്പ് വിടുന്നില്ല. കയ്യും കാലും കഴുകണം. എന്നാ ശങ്കുണി വാ, ഊണ് കഴിക്കാം. ശങ്കുണ്ണിയേട്ടൻ എഴുന്നേറ്റപ്പോൾ ചാരുപടി ശബ്ദിച്ചു. ഉണ്ണി എവിടെ? അവൻ പിന്നെ ഉണ്ടോളും, സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉണ്ടതാണല്ലോ. ചിമ്മിനി വിളക്കിൻ്റെയും അമ്മയുടെയും പുറകെ ശങ്കുണ്ണിയേട്ടൻ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും കരയണമെന്ന് തോന്നി. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. എന്നിട്ടും എണീറ്റു ഉമ്മറത്ത് വന്ന് നിന്നു. ചുമരിലെരിയുന്ന മൂട്ടവിളക്കിന് ചുറ്റും പ്രാണികൾ പാറി നടക്കുന്നു. അബദ്ധത്തിൽ അകത്ത് വീണ ഒരു ചിറകുള്ള ജീവി കുപ്പിക്കകത്ത് പിടയുന്നു. ഇരുണ്ട് കിടക്കുന്ന തെക്കിനിയിലേക്ക് കടന്നു. വടക്കേ വാതുക്കൽ കള്ളനെപ്പോലെ പതുങ്ങി നിന്നു. അടുക്കളയിൽ വലിയ നാക്കിലയുടെ പിന്നിൽ പുൽപ്പായ തടുക്കിൽ ശങ്കുണ്ണിയേട്ടൻ വിസ്തരിച്ചുണ്ണാൻ തുടങ്ങുമ്പോൾ അമ്മ പറയുകയാണ്, മഴ തുടങ്ങിയ ശേഷം കടല് കരിഞ്ഞിരിക്കുക. മീനൊന്നും കിട്ടണില്ല. കൂട്ടാനൊക്കെ മോശമാവും ശങ്കുണ്ണിയെ. ഞാൻ തിരികെ ഉമ്മറക്കോലായിലേക്ക് നടന്നു. മനസ്സിൽ മറ്റെന്തെങ്കിലും ആലോചനയുണ്ടെങ്കിൽ വിശപ്പറിയില്ല. കല്ലടത്തൂർക്കാവിലെ ഉത്സവത്തെപ്പറ്റി ആലോചിച്ചു. ക്ലാസ്സിലെ മേൽപ്പുരയിൽ തൂങ്ങിക്കിടക്കുന്ന രംഗൻ്റെ റബ്ബർ നാടയെപ്പറ്റി ആലോചിച്ചു. വീരരാഘവൻ മാസ്റ്ററുടെ സൂചിക്കിരുത്തുന്ന നുള്ളലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം ആലോചിച്ചു. പിന്നെ ആകെ ഇരുട്ടാണ്. മീനാക്ഷിയടുത്ത് വിളക്കും കൊണ്ട് മുന്നിൽ വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത്. വാ, ഇത്ര വേഗം ഉറക്കായോ? ഉമ്മറത്തുകൂടെ പോകുമ്പോൾ ശങ്കുണ്ണിയേട്ടൻ കിഴക്കേ കോലായിലിരുന്ന് ബീഡി വലിക്കുന്നു. ഒരു ഏമ്പക്കം കേട്ടു. വായുകോപം കൊണ്ടുള്ള ഏമ്പക്കമല്ല. പുല്ലുവട്ടിയിൽ കറുകക്കെട്ട് കൊണ്ടുവന്നിട്ടാൽ പാണ്ടിപ്പയ്യെ പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെ. അമ്മ അടുക്കളത്തളത്തിൽ ചിമ്മിനി വിളക്കിൻ്റെ സമീപത്തിരിക്കുന്നു. ചുമർ ചാരി വെച്ച ചെറിയ പലകയിട്ട് ഞാനിരുന്നപ്പോൾ മീനാക്ഷിയടത്തി കിണ്ണം കൊണ്ടുവന്നു വെച്ചു. ദുർഗന്ധമുള്ള ചാക്കരിയുടെ വാർത്ത വെള്ളം. ഞാൻ മുഖമുയർത്തിയില്ല. അമ്മ സ്വകാര്യം പറയുന്ന സ്വരത്തിൽ മന്ത്രിച്ചു. ചോറില്ല കുട്ടിയെ. മീനാക്ഷിയടുത്ത് മടം പിടിച്ചുകൊണ്ട് തിരികെ വന്നു പറഞ്ഞു എന്നോട്, കുറച്ചും കൂടി തക്കരിക്കാൻ പറ മരുവനെ. പിന്നെയും വിലക്കുകയല്ലായിരുന്നോ? ചോറ് വേണ്ട, വാർത്ത വെള്ളത്തിലിടാൻ ഒരു പിടി വറ്റെങ്കിലും വെക്കണ്ടേ? മീനാക്ഷിയടുത്ത് ഇത്രയധികം തലയെടുപ്പോടെ മുമ്പ് സംസാരിച്ച് കണ്ടിട്ടില്ല. അമ്മ തലകുനിച്ചിരുന്നു. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പതുക്കെ പറയൻ്റെ മീനാക്ഷിയെ. നാളെയും അണ്ടത്തോട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കണ്ടതാ, അറിയോ? ചാക്കരി വാർത്ത വെള്ളം 4 പ്ലാവില കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നി. ഉപ്പിട്ട വാഴക്കിഴങ്ങിൻ്റെ ഒരു കഷ്ണം കടിച്ചു നോക്കി. തണുത്ത കഞ്ഞിവെള്ളം ഇറങ്ങുന്നില്ല. ഞാൻ എഴുന്നേറ്റു, കൈ കഴുകി. രാത്രി ഉറക്കം വന്നില്ല. തെക്കിനിയിൽ അമ്മയുടെ കോസറിയുടെ സമീപത്താണ് ഞാൻ പതിവ് പോലെ കിടക്കുന്നത്. ഉമ്മറത്ത് നിന്ന് ശങ്കുണ്ണിയേട്ടൻ്റെ കൂർക്കംവലി കേൾക്കാം. അമ്മയുടെ കാൽക്കൽ പായ വിരിച്ച് കിടക്കുന്ന മീനാക്ഷിയടത്തി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അകത്ത് വിശപ്പൊരു തീപ്പന്തമായി, ചൂടുള്ള ആവിയായി, ഒരു നനുത്ത വേദനയായി ചുറ്റി നടക്കുന്നു. മയക്കം വരുന്നുണ്ടെന്ന് തോന്നും. അറിയാതെ ഉടനെ കണ്ണു തുറക്കും. മുത്തശ്ശിയുടെ കൊക്കിക്കുരയും ദൂരെ നിന്നു ചീവീരുകളുടെ കരച്ചിലും കേൾക്കാം. അകലത്തെ പാടത്തു നിന്നുള്ള തവളകളുടെ കരച്ചിൽ ചിലപ്പോൾ പെരുകി ചെവിക്ക് തൊട്ടടുത്ത് നിന്നാണെന്ന് തോന്നും. പിന്നെയും അകന്നു പോകും. മീനാക്ഷി ഉറങ്ങിയോ? അമ്മയുടെ ചോദ്യമാണ്. ആമനമ്മയുടെ അടുത്ത് പൈസ ഉണ്ടാവും. രാവിലെ ചെന്ന് 2 ഉറുപ്പ്യക തരാൻ പറയണം. ഉണ്ണിയുടെ അച്ഛൻ്റെ പണം വരുമ്പോൾ തരാമെന്ന് പറ. ശങ്കുണ്ണി നാളെ രാവിലെ പുറപ്പെട്ടാൽ 2 ഉറുപ്പ്യെങ്കിലും കൊടുക്കണ്ടേ വഴിച്ചെലവിന്? മീനാക്ഷിയടുത്ത് മിണ്ടിയില്ല. ബസ് കൂലി മാത്രമായിട്ട് കൊടുക്കണത് ഒരു വകയല്ലേ? രാവിലെ ഇത്തിരി ചായപ്പൊടിക്ക് എന്താടി ചെയ്യുക? മീനാക്ഷിയടുത്ത് മിണ്ടിയില്ല. പോയാലും പോയില്ലെങ്കിലും രാവിലെ ഒരു ഗ്ലാസ് ചായ കൊടുക്കണ്ടേ? അണ്ടത്തോട്ടുകാർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ മര്യാദയ്ക്ക് ചെയ്യണ്ടേ? കുറച്ച് കാത്തു നിന്നിട്ട് അമ്മ പറഞ്ഞു, മീനാക്ഷിക്ക് എത്ര വേഗം ഉറക്കം വരിക? ചുറ്റുമുള്ള തണുത്ത ഇരുട്ടിൽ ഉമ്മറത്തു നിന്നുള്ള ശങ്കുണ്ണിയേട്ടൻ്റെ കൂർക്കം വലി ഒരു ചേരയെ പോലെ ഇഴഞ്ഞു നടക്കുന്നു. ഞാൻ കമിഴ്ന്ന് കണ്ണടച്ചു കിടന്നു. വലിയ പുതപ്പിൻ്റെ പകുതി എൻ്റെ മേലേക്കിട്ട് നീട്ടിയിട്ട് അമ്മ എന്നെ തൊട്ടു തടവി പറഞ്ഞു, പാവം ചെക്കൻ ഉറങ്ങി. ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഗുരുവായൂരപ്പാ. പുറത്ത് വാഴക്കൂട്ടത്തിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം ഒരു മേളമായി മാറുന്നു. കറുത്ത കർക്കിടക രാത്രിയുടെ മാളങ്ങളിൽ നിന്ന് 1000 സ്വരങ്ങൾ കേൾക്കുന്നു. ഉറക്കം എവിടെ?